കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് കഴിഞ്ഞ ഒരാഴ്ച വിപണിയിൽ ഉണ്ടായത്. ഏതാണ്ട് 4.5% നേട്ടത്തിലാണ് വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള സാഹചര്യങ്ങളിൽ തികച്ചും ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റവും ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രേരകമായി. ആഴ്ചയിൽ 3 ദിവസവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇന്നലെ ഏതാണ്ട് 7,400 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഈ ഒരു സെന്റിമെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റം വലിയ ഒരു മാറ്റത്തിലേക്കാണ് വിപണിയിൽ ഉണ്ടായത്. എന്തായാലും എല്ലാ സാങ്കേതിക നിലവാരങ്ങളും മറികടന്നുകൊണ്ടുള്ള ഒരു ഒരു നേട്ടമായിരുന്നു വിപണിയിൽ പ്രതിഫലിച്ചത്. വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള നിക്ഷേപ താല്പര്യം തുറന്നേക്കാൻ തന്നെയാണ് സാധ്യത. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണി അടുത്ത നിലവാരത്തേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും രണ്ടാം നിര ചെറുകിട ഓഹരികളിലും നല്ല തോതിലുള്ള നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും സമാന രീതിയിലുള്ള നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 23,500 എന്നുള്ള ഒരു നിലവാരം തന്നെയാണ് മുൻനിര സൂചികയ്ക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും വരുന്ന ആഴ്ചയിൽ പ്രതീക്ഷിക്കണം. നിക്ഷേപകർ ഏതെങ്കിലും തരത്തിലുള്ള ലാഭമെടുക്കലിനുള്ളൊരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെതായ ചില ചെറിയ തിരുത്തലുകൾ വിപണിയിൽ ഉണ്ടായേക്കാം. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വിപണി നിക്ഷേപ താല്പര്യം തുടരാൻ തന്നെയാണ് സാധ്യത.